ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടി ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി, ഞാനും ചേട്ടനും കൂടി. രണ്ടാം ഉത്സവമായിരുന്നു കേട്ടോ. പക്ഷേ പോയപ്പോഴത്തേക്കും വണ്ടി പാർക്ക് ചെയ്യാനവർക്ക് സ്ഥലം കുറവായിരുന്നു. എല്ലായിടത്തും നോ പാർക്കിംഗ് എഴുതിയിരുന്നു. നമ്മൾ സ്കൂട്ടിയിലാണ് പോയത്. എന്നിട്ട് ഒരിടത്തും സ്ഥലമില്ല വണ്ടി വയ്ക്കാനായിട്ട്. എല്ലായിടത്തും പോലീസ് നോ പാർക്കിംഗ് എഴുതി വെച്ചിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ദൂരോട്ട് കൊണ്ട് വണ്ടി വെച്ചിട്ട് നടന്നാണ് വന്നത്. പിന്നെ നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് കുളത്തിൽ ആമയെ കണ്ട് നോക്കിക്കൊണ്ട് നിന്ന്. മീനൊന്നും കാണാനില്ല. കുത്തിയോട്ട പിള്ളേർ കുളിക്കാൻ ഇറങ്ങണോണ്ടായിരിക്കും മീനൊക്കെ അങ്ങ് ഉള്ളിലോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ചേട്ടൻ അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. ചേട്ടൻ അവിടെ നിന്ന് കറങ്ങി നിന്ന് വീഡിയോ ഒക്കെ എടുക്കണുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് അങ്ങോട്ടൊക്കെ വായി നോക്കിക്കൊണ്ട് നിന്നു. ഇന്നലെ രണ്ടാം ഉത്സവമായിട്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അമ്പലത്തിൽ. നല്ല തിരക്ക് കുറവായിരുന്നു. അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമാണ് വേണ്ടേ. ഒരു ക്യൂവേ ഉള്ളായിരുന്നു. പെട്ടെന്ന് ആൾക്കാർക്ക് തൊഴുതിട്ട് ഇറങ്ങാനൊക്കെ പറ്റി, നല്ലോണം തൊഴുവാനൊക്കെ പറ്റി. കണ്ടോ, ഒരു ലൈൻ ക്യൂവേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങ് അറ്റം വരെ ക്യൂ അടക്കേണ്ടതാണ്. വലിയ ക്യൂ ഒന്നുമില്ലായിരുന്നു. ഞാൻ ചേട്ടനൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. പിന്നെ പുതിയ മണ്ഡപം വന്നു. അതാണെങ്കിൽ കോഫി ഹൗസിൻ്റെ അടുത്തായിട്ടായിരുന്നു പുതിയ മണ്ഡപം. നമ്മൾ കുറേ നാളായി കോവിലിൽ പോയിട്ടേ. അപ്പോഴത്തേക്ക് ഇന്നലെ പോയപ്പോഴാണ് കണ്ടത് പുതിയ മണ്ഡപം. അതിൻ്റെ മണ്ഡപം നോക്കി അവിടെ നിന്ന് ഡാൻസൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിന്ന് കുറച്ച് നേരം. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, വാ മതി ഡാൻസൊക്കെ കണ്ടത്, നമുക്ക് കടയിലോട്ടൊക്കെ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഓന്ന് പറഞ്ഞ് വന്നിട്ട് അപ്പം നോക്കിയപ്പോഴത്തേക്ക് അവിടെ കച്ചേരി എങ്ങാണ്ടാണ് നടക്കണം. അങ്ങനെ ചേട്ടൻ അവിടെ കച്ചേരി കാണാൻ കയറി. ഇവരെ കച്ചേരി കാണാൻ കുറേ നേരം ഞാൻ അവിടെ ക്ഷമിച്ചൊക്കെ നിന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, വാ കടയിലോട്ട് പോവാം, എനിക്ക് ഫുഡാണ് മുഖ്യം. അതുകൊണ്ട് ഞാൻ പിന്നെ കിടന്ന് വിളിച്ച്, വാ കടയിലോട്ട് പോവാം വാ. അങ്ങനെ പിന്നെ എൻ്റെ വിളി കേട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ചേട്ടൻ എൻ്റെ കൂടെ വന്നു. അങ്ങനെ എനിക്കൊരു കോളിഫ്ലവർ വാങ്ങിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഒരു കോളിഫ്ലവർ വാങ്ങിച്ച് തന്നു. അങ്ങനെ ഞാൻ കോളിഫ്ലവറൊക്കെ തിന്നുകൊണ്ടിരുന്നിട്ട് കോളിഫ്ലവർ തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു പാനിപൂരിയും കൂടി വാങ്ങിച്ചു ചേട്ടാ. ആ കടയിൽ നിന്ന് തന്നെ അങ്ങനെ പാനിപൂരിയും കൂടി വാങ്ങിച്ചു തന്നു. പാനിപൂരി വേണമെന്ന് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ എനിക്കൊന്നും വേണ്ട നിൻ്റെ പാനിപൂരി. പിന്നെ ഞാൻ തന്നെ ഫുള്ള് നിന്ന്. അങ്ങനെ പാനിപൂരിയൊക്കെ തിന്ന് നടന്നു പോയപ്പോഴത്തേക്ക് ഇതാ ഓന്ത് ഇരിക്കണം. ഓന്തിനെ പിടിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടൻ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ ലൈറ്റൊക്കെ കണ്ട് നടന്ന് പിന്നെ ഈ പെറ്റ് ഷോ നടക്കണം അങ്ങോട്ട് പോയി. പെറ്റ് ഷോയ്ക്ക് കയറിയില്ല. 50 രൂപ എങ്ങാണ്ടായിരുന്നു തോന്നണം. അങ്ങനെ പെറ്റ് ഷോ നടക്കുന്നിടത്ത് കയറിയില്ല. നമ്മളെല്ലാ പ്രാവശ്യവും കയറണ തന്നെ, ഒന്നും കാണത്തൊന്നുമില്ല അധികമായിട്ട്. പിന്നെ ഈ പാമ്പിനെ കണ്ട്, പാമ്പ് എല്ലാവരെയും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കണം. പെറ്റ് ഷോയ്ക്ക് കയറിയില്ല. പിന്നെ അമേസിങ് പാർക്ക് ഉണ്ടായിരുന്നു. വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അമേസിങ് പാർക്കൊക്കെ സെറ്റ് ചെയ്യണതേ ഉള്ളൂ. രണ്ടാം ഉത്സവമായിട്ട് അമേസിങ് പാർക്കൊന്നും നല്ല സെറ്റാക്കിയില്ല. പിന്നെ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്ക് പാർക്കൊന്നും സെറ്റാകാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. പിന്നെ KSRTC ബസ്സൊക്കെ ശരിക്കും ഉണ്ട് കേട്ടോ. നല്ല ബസ്സൊക്കെ ഉണ്ട്, ശരിക്കും ബസ്സൊക്കെ ഉണ്ട്. പിന്നെ ആംബുലൻസൊക്കെ വന്നും പോയൊക്കെ നിൽക്കുന്ന. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, വാ ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, ഓ എങ്കിൽ വാ കോഫി ഹൗസിലെ മസാല ദോശ കഴിക്കാമെന്ന്. എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. കോഫി ഹൗസിലെ മസാല ദോശ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എനിക്കത് ഇഷ്ടമാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞതാ ഇവിടെ ഒരു ഉടുപ്പി എന്ന് പറയുന്ന ഹോട്ടലുണ്ട്, അവിടെ കയറാമെന്ന്. അവിടെ പോയി കയറി കൊടുത്തു. ഫുഡൊന്നും ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ പ്ലെയിൻ ദോശയും ഗോബി മഞ്ചൂരി കറിയും വാങ്ങിച്ച്. ഗോബി മഞ്ചൂരി കറി കുറച്ചെങ്കിലും കൊള്ളാം, പക്ഷേ റേറ്റും കൂടുതലായിരുന്നു. രണ്ടുപേർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ലൈറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ. ബായ്.